ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലേറ്റായിപ്പോയി അല്ലേ? കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് പോകാം. എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എൻ്റെ അനിയത്തിയല്ല കേട്ടോ, അവളുടെ അനിയത്തി. ആണോ? ഡോക്ടർ പറഞ്ഞു എൻ്റെ അനിയത്തിയുടെ അടുത്ത് സോഷ്യൽ മീഡിയ നടക്കണമെന്നും സംസാരിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി സംസാരിക്കാം. അതിന് വേറെ റൂമൊന്നും ഇല്ല അവിടെ. തങ്കുവിന് 2 മുറിയുള്ള വീടല്ലേ വെച്ച് കൊടുത്തിരുന്നത്, അതിൽ ഒരു മുറിക്കകത്ത് പോയിരുന്ന് സംസാരിച്ചാൽ പോരെ? അതെന്തിനാണ് ഇവളുടെ അടുത്ത് തന്നെ ഇരുന്ന് പറയുന്നത്? അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അവള് മകനുണ്ട് ആ കാര്യം അങ്ങോട്ട് പറ, കൊച്ചിന് അമ്മ വേണം, കൊച്ചിനമ്മ വേണം. എന്താറ് കൊച്ചിനെ ഇട്ടിട്ട് കണ്ടിടത്തൊക്കെ പോയപ്പോൾ അമ്മ വേണ്ടായിരുന്ന എൻ്റെ മനേരിത്തപ്പാ. അപ്പോൾ കൊച്ചിന് അമ്മ വേണ്ടായിരുന്നു. അടി എന്തിനടി ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ അടിക്കുന്നത്? ഇതുകൊണ്ടല്ലേ നാട്ടുകാർ എടുത്ത് വെച്ച് ഉടുക്കണത്, തന്നെ ഉടുക്കി അലക്കുന്നത്. പിന്നെ പലരുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. പലരും എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചങ്ങ് തകർക്കുന്നുണ്ട്. മിക്കവാറും ന്യൂസ് കുറേ പേര് എനിക്ക് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത്ത ഇങ്ങനെ പറയുന്നത്, എന്താ ഇത്തായ മാത്രം ടാർഗറ്റ് ചെയ്യണേന്ന്. നിങ്ങൾ പാനിക് ആവല്ലേ. സീരിയസ്ലി ഒരു കാര്യം പറയാം, ഈ ബാക്കി യൂട്യൂബേഴ്സ് ഇവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവരെയൊന്നും എതിർക്കാനുള്ള ധൈര്യമില്ല. ഷെഫീന ബീവി എന്തും പറയാമല്ലോ. അല്ലെങ്കിൽ പറഞ്ഞ ഡയപ്പർ വിധവ, കാലിഞ്ഞൊണ്ടി, പിന്നെ കണ്ടവന്മാരൊക്കെ ഇരുന്ന് പച്ചയ്ക്ക് വൃത്തികേട് പറയണം. ഇവളുടെയൊക്കെ വട തിന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, അവന്മാർ പച്ചയ്ക്ക് ഇരുന്ന് വൃത്തികേട് പറയും, അതെടുത്ത് ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. നമ്മൾ തിരിച്ചു പറയുമ്പോഴാണ് കുഴപ്പം. അതായത് രഹസ്യമായിട്ടുള്ള കുത്ത്. ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവർ പറയണത് കേട്ടാലുണ്ട് ശിവ വരുമോളെ, ചത്ത് കിടക്കണ ശവം എഴുന്നേറ്റൊന്ന് 2 പറയും. അതാണ് സത്യം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവാം. നമ്മൾ ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. ഞാൻ ഇന്നലെ പ്ലേ ചെയ്ത കുറേ അധികം വോയിസുകളൊക്കെ റോങ് ആണെന്നാണ് അവർ പറയുന്നത്. അവർ ക്യാൻസർ പേഷ്യൻ്റ് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലടി, ഇന്ത്യയിൽ ആദ്യം അവസാനമായിട്ട് ക്യാൻസർ ഉണ്ടായത് നിൻ്റെ അനിയത്തിക്കാണ്, ആദ്യം അവസാനമായിട്ട് വിധവയായത് നിൻ്റെ അനിയത്തിക്കാണ്. എനിക്ക് നിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിൻ്റെ കെട്ടിയവനുമായിട്ട് നിൻ്റെ അനിയത്തിക്ക് ബന്ധമുണ്ടാ എന്ന് ഞാൻ ചോദിച്ചിട്ട് നീ മറുപടി പറഞ്ഞില്ലല്ലോ. അത് നിൻ്റെ അനിയത്തി പറഞ്ഞ നല്ല സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്ന. ഞങ്ങളുടെ 2 പേരുടെയും കുടുംബത്തെ ബാധിക്കുന്നതല്ലേ. ഞാനൊരു വിധവയായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം വരാൻ എന്തെല്ലാം സാധ്യതകളുണ്ട്? അത്തരം മോശം വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഞാൻ എത്രയോ മാറി നിൽക്കുന്ന വ്യക്തിയാണ്. സത്യമായിട്ട് നല്ല ചടങ്ങുകൾ പോലും ഞാൻ പോകാറില്ല. എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ പോണേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ചേട്ടത്തിയുടെ ഭർത്താവുമായിട്ട് ബന്ധമുണ്ടെന്ന് നിൻ്റെ അനിയത്തി പച്ചയ്ക്ക് പറഞ്ഞില്ലേടി, തിരിച്ച് മറുപടി കിട്ടൂലേ? കാലിഞ്ഞൊണ്ടിന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയപ്പോഴത്തേക്ക് തിരിച്ച് മറുപടി കിട്ടൂലെന്ന് വിചാരിച്ചാ തള്ളേ? എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയാ? പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മളെ എങ്ങനെയും വയസ്സാക്കണം. അയ്യോ, എൻ്റെ പൊന്നു മര വാഴകളെ, 28 വയസ്സുള്ള മകൻ്റെ അമ്മയാണ് ഞാൻ. എനിക്ക് പ്രായമുണ്ട്, അതിൻ്റെ ഫേസിൽ കാണാത്ത എൻ്റെ കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ടാണ്. ഞാൻ ഇനി എന്നെ പൊഴുത്തിന്ന് പറഞ്ഞിട്ട് വേണ്ട, അവിടെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇവരുടെ 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയുടെ കണക്കിന് നമ്മൾ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ പേര് വിളിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കുക, ഇൻ ടു ദ പോയിന്റ്. ഞാൻ ഷാർപ്പായിട്ട് അവരുടെ ആ കള്ളത്തരങ്ങളെ പൊളിക്കുന്ന സ്ത്രീയാണ്. ഇപ്പോൾ സീമാജി നായർ അവരെ വന്നിരുന്നു എന്നും അവളെ ICUവിനകത്ത് കയറി കണ്ടിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവൾ വീഡിയോ ഇട്ടു. ആ സാധനം സീമ തന്നെ എന്നെ വിളിച്ച് പറയുകയാണ് ഉണ്ടായത്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച് കാര്യം പറഞ്ഞാണ് അവരാണ് വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, ICUവിനകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല, ഇത് അവർ ആർട്ടിക്കുലേറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. പക്ഷേ സീമയും അതിനകത്ത് ഇൻവോൾവഡ് ആണ്. അവരുടെ ടൈമിൽ തന്നെ അത് ഷെയർ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഷീ ഈസ് ഡിസ്റ്റേബിൾഡ് ലൈക്ക് ഹെൽ. അവരുടെ എക്സ്പ്ലനേഷൻ അവർ തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളികളുടെ കൂടെ നിന്നാൽ നമ്മളും കള്ളികളാകുമെന്ന് സീമയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്ക് നോക്കും? വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് അവർ പോയോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് അവർ വന്ന് കാര്യം പറഞ്ഞു. ഞാൻ കുറച്ച് കംഫർട്ട് സോൺ ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമല്ല, അവർ ചെയ്യുന്ന ആ മേഖലയ്ക്ക് പണി കിട്ടും. ഞാൻ ആക്ഷൻ എടുക്കുന്ന ആളാണ്. ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് ലവരങ്ങനെ പറഞ്ഞു, ലിവരിങ്ങനെ പറഞ്ഞു, ലെവറല്ലാത്തത് പറഞ്ഞു, അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതല്ല എൻ്റെ കണ്ടന്റ്. ഇങ്ങനെ ഒരു സംഭാഷണം അവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കൺസേൺ അതോറിറ്റിക്ക് ഞാൻ സാധനം അയക്കും. നിങ്ങൾ നാലാലിയെ കാണുന്നില്ലേ? അതാണ് എൻ്റെ പരിപാടി. ഞാൻ ബഹളത്തിനൊന്നും പോകത്തില്ല. ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ വേരിൽ നിന്ന് വാന്തിഞ്ഞിടും, അത്രയേ ഉള്ളൂ. അതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പം അതുകൊണ്ട് കുറേ പേർക്കത് ഡിസ്റ്റേബ് ആകും. നിങ്ങളുടെ കൂത്താട്ടങ്ങൾക്ക് നിൽക്കാനും അതിൽ കൂടെ ഒരു റവന്യൂ അല്ല എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. പിന്നെ ശവം തിന്നുന്നത്, ശവമായിട്ട് അവൾ നിൽക്കാൻ പറ്റില്ല തിന്നുന്നത്. ശവങ്ങളാണ് നമ്മൾ തിന്നുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ചിക്കൻ വാങ്ങിച്ച്, മട്ടൻ വാങ്ങിച്ച്, ബീഫ് വാങ്ങിച്ച്, അതൊന്നും പോരാനിട്ട് അപ്പുറത്ത് നിൽക്കുന്ന പിന്നെ കുഞ്ഞി പശുക്കുട്ടിയെ വാങ്ങിച്ച് നമ്മൾ കണ്ടിച്ച് കറി വെച്ച്. ഇതൊക്കെ ജീവനോടെ എടുത്ത് പുഴുങ്ങി തിന്നാൻ പറ്റത്തില്ലല്ലേ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും?
ഇതിനെയൊക്കെ കട്ട് ചെയ്ത് പീസാക്കി അവർ തരും, കടക്കാർ തരും. നമ്മൾ അതുകൊണ്ടൊന്ന് കുക്ക് ചെയ്ത് നമ്മൾ തിന്നും. അത് ശവന്തീനിയാണ്. അത് തിന്നാത്തവനാണോ നമ്മളെ പറ്റി പറയുന്നത്? ആ പറഞ്ഞ സാധനം എടുത്ത് വെച്ച് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പൊളിയൂലേ? അപ്പം ഞാൻ തിരിച്ചു തരൂലേ? തിരിച്ചു തരുമ്പോൾ കരയണേ എന്തിനീ? തിരിച്ച് കിട്ടുമെന്ന പ്രതീക്ഷയുള്ളവരെ എടുക്കാതിരിക്കുക. എടുത്താൽ ചിലയിടങ്ങളിൽ ഞാൻ മൗനമായിട്ടിരിക്കുന്നതിൻ്റെ റീസണും അതാണ്. ഈ നാട്ടിൽ ഒരു സ്ത്രീയെ അനാവശ്യമായി അവർക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റും പറയാത്തിടത്ത് വൃത്തികെട്ട രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ കായികപരമായും നിയമപരമായും നേരിടും എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈൻ. അപ്പോൾ ആ ഒരു എണ്ണം എക്സ്പെക്റ്റ് ചെയ്തു. അല്ലാണ്ട് മറുപടി ഒന്ന് ഹൈപ്പ് തരും, ഇപ്പോൾ വ്യൂ അങ്ങ് കൂട്ടിക്കളയാന്നല്ല, ആ ഒരൊറ്റ സാധനത്തിന് അനുഭവിക്കാൻ പോണു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബില്ലിലേക്ക് വരാം. ബില്ലാണ് പ്രശ്നം. ബില്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി ഹെൽത്ത് മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് മിനിസ്റ്ററിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ, അതായത് ഒരു മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ട് വലിയ എൻ്റർടൈൻമെൻ്റ് ഒന്നും തന്നില്ല എങ്കിൽ പോലും ഹീ വിൽ ലുക്ക് ആഫ്റ്റർ ഇറ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായ നടപടിയെടുക്കും. അദ്ദേഹത്തിൻ്റെ PA സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ ആക്ഷൻ എടുക്കാൻ മടിച്ചാൽ നമുക്കിതൊക്കെ പുറത്തിട്ടിട്ട് പൊതുസമൂഹത്തിൻ്റെ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു ആഗോള പ്രശ്നമാണെന്ന് വെച്ചാൽ യെസ്, ഇറ്റ്സ് സം സോർട്ട് ഓഫ് ആഗോള പ്രശ്നം. ബിക്കോസ് മെഡിക്കൽ കോളേജിൽ തന്നെ ക്യാൻസർ വാർഡിൽ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ഒത്തിരി പേരാണ് എന്നെ വിളിച്ചത്. ബൈ ദ വേ, തങ്കുവിൻ്റെ മൂത്ത മോള് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ വിളിച്ച, അതായത് എന്നെ അരികത്തെ കുറേ പേരുണ്ടായിരിക്കും, അവർ റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ എന്നെ പറഞ്ഞണോന്ന് അറിയത്തില്ല. അവർ പറഞ്ഞു നമ്മളെ വിളിച്ചവരൊക്കെ ക്യാൻസർ പേഷ്യൻ്റ് ആണോ എന്നുള്ളതിന് ഒരു കൺഫർമേഷൻ ഇല്ല എന്ന്. എടി, അങ്ങനെയൊക്കെ ചെയ്യുന്ന നീ നിൻ്റെ ചേച്ചിയും കൂടെയാണ്, നിൻ്റെ അനിയത്തിയും കൂടെയാണ്, അന്നദാതാവായ ആ ദത്തുപുത്രിയാണെടി, നിൻ്റെ അന്നദാതാവാണ് ആ പെണ്ണ്. ഞങ്ങളാരും അങ്ങനെയല്ല. നമ്മളൊക്കെ ഉണ്ടാക്കുക, നമ്മൾ കഴിക്കുക എന്നല്ലാതെ നമ്മൾ ചേച്ചി അനിയത്തിയൊന്നും വളർത്താൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം കൊണ്ടുപോയി പണയം വയ്ക്കുകയോ വട വയ്ക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം അന്നദാതാവ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് കൊച്ചിന് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല. ഈ ഒരു കാര്യത്തിൽ അവിടെ ആരെന്നെ വിളിച്ച് എനിക്ക് വോയിസ് തന്നാൽ, ഇപ്പം എനിക്ക് വന്ന വോയിസ് നിങ്ങൾക്ക് യു കാൺ ഇമാജിൻ. നമ്പർ, ഞാൻ ഒരാളെ ചലഞ്ച് ചെയ്യാൻ നമ്പർ ഇട്ടത് കൊണ്ടാണ് ഇവർക്കൊക്കെ നമ്പർ കിട്ടിയത്. ഇഷ്ടംപോലെ മിസ് കാൾ ഉണ്ടാകും, ഇഷ്ടംപോലെ വാട്സപ്പ് ഇതുണ്ടാകും. ഞാൻ വായിച്ചെടുക്കാൻ തന്നെ 1 മണിക്കൂർ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇത് വായിക്കാൻ തന്നെ കുറേ ടൈമാണ് എനിക്ക്. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു വോയിസ് എടുക്കുന്നുണ്ടെങ്കിൽ ഐ നീഡ് ദെയർ റിസൾട്ട്. അവരേത് ഇതാണ്, ഏത് ഹോസ്പിറ്റലാണ്, എത്ര എടുത്തു, കീമോ എത്ര എടുത്തു, എന്താണ് അവരുടെ സ്റ്റാറ്റസ്, ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം അവരെ വോയിസ് ഞാൻ പുറത്തു വിടുകയുള്ളൂ. അപ്പം അത്രത്തോളം ഞാൻ മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ പുറത്തു വിടുന്നത്. ഇനി അഥവാ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നീ തെളിയിക്കുക, നീ കൊടുക്ക്, പരാതി കൊടുക്ക്. ഞാൻ അവിടെ കൊണ്ടുവന്ന് ഞാൻ ഈ ഫോണങ്ങ് കൊടുത്തേക്കാം, അവർ നോക്കി പഠിക്കട്ടെ. നാളിതുവരെ എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. പലരെയും പല നുണകളും പച്ചയ്ക്ക് പൊളിച്ചടിക്ക് കൈ തന്നവളാണ് ഞാൻ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളെ എല്ലാവരെയും പോലെ മുറിക്കൊക്കെ തിരുന്നു കൊണ്ട് വായ്ത്താളം പറയുന്ന ആളല്ല. ഞാൻ ഇറങ്ങും, ഞാൻ മെനക്കെടും. ഇന്ന് ഞാൻ പോയിട്ട് വന്നിട്ട് കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു 2 ഡേയ്സ് തരിക. 2 ദിവസത്തിനകത്ത് ഇതിൻ്റെ കള്ളിയും നെല്ലും കള്ളിത്തരവും പുള്ളിത്തരവും ഒക്കെ നമ്മൾ പൊളിച്ച് കൈ തരും. പിന്നെ ധന്യ തിയേറ്ററിൽ പോയിരുന്ന് ചവിട്ടി തുള്ളി ചിരിച്ചതിന് അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് നിങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് കോൾ ചെയ്തു വന്നത്. അതിനെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്താ? നീ പോയില്ലേ, തിയേറ്ററിൽ പോയില്ലേ? പിന്നെ നിൻ്റെ ഹെൽത്ത് നോക്കുന്നില്ല, പിക്ക് ലൈനിലിട്ട് ആട്ടി കളിക്കുന്നത്. ഇതൊക്കെ ഞാൻ മാത്രമല്ലല്ലോ, ഒത്തിരി പേര് വീഡിയോ ചെയ്തല്ലോ. എന്താ അവരാരെ എടുക്കണ്ടേ? ആരെക്കുറിച്ച് നിനക്ക് പരാമർശിക്കണ്ടേ? നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കുന്നില്ലേ? നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അത് എത്രത്തോളം ദേഷ്യം വന്നിട്ടായിരിക്കും അവരത് പറയുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ ഒത്തിരി പേര് പറയൂ, ഇതെടുക്കല്ലേ, നിങ്ങൾ വേറെ സബ്ജക്റ്റ് എടുക്കും, ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നവരുമുണ്ട്. കാരണം ഇതൊക്കെ തോന്നി മാസം അഹങ്കാരങ്ങളുമാണ്, അത് മനസ്സിലാവുക. ഇപ്പോൾ യെല്ലോ കാർഡ്, മഞ്ഞ കാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ റേഷൻ കാർഡിലെ ഒരു കാറ്റഗറിയാണ്. ബൈ ദ വേ, ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നുള്ളൂ, എനിക്ക് റേഷൻ കാർഡ് ഇല്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ഇതറിയത്തില്ല. ഞാൻ റീസെൻ്റ്ലിയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ പ്രവാസിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷനൊന്നും എനിക്കറിയത്തില്ല. അവർ പല ഇതൊക്കെ പറഞ്ഞെങ്കിലും ഞാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഏത് കാർഡ് വരുന്നത് ജീവൻ അറിയാം. അപ്പം അതിനകത്ത് യെല്ലോ കാർഡ് ഉള്ളവർക്ക് മെഡിക്കൽ അലവൻസ് ഉണ്ട്. ആൻഡ് എൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പെർ മന്ത് 6000 മെഡിസിൻ വേണം. 6000 രൂപയുടെ മെഡിസിൻ ആർത്രൈറ്റീസിന് ഞാൻ കഴിക്കുന്നുണ്ട്. ഷേണായി ഡോക്ടറാണ് എൻ്റെ ഡോക്ടർ. അപ്പോൾ അവിടെ ഞാൻ ഓരോ തവണയും ഒരു വിസിറ്റിന് പോകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 10 എൻ്റെ കയ്യിൽ നിന്ന് കാലിയാകും. ഇപ്പോൾ അത് നല്ല കുറഞ്ഞു, ഗ്രാജുവലി കുറഞ്ഞു. ഇപ്പോൾ എനിക്കൊരു 5 വരുള്ളൂ, 5000 തീരും. എൻ്റെ എല്ലാ മെഡിസിനും കൂടെ 1 മന്ത് മെഡിസിൻ 2800 എൻ്റെ 1 മാസത്തെ മെഡിസിൻ ഉള്ളത്. അപ്പോൾ ഈ മെഡിസിൻ എനിക്ക് എൻ്റെ അമ്മയാണ് വാങ്ങിത്തരുന്നത്. 600 രൂപയ്ക്കാണ്
എനിക്ക് ഈ മെഡിസിൻ. 2800 രൂപ പുറത്ത് വിലയുള്ള ഈ മെഡിസിൻ എൻ്റെ അമ്മ എനിക്ക് 600 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നത്. എവിടെ നിന്നല്ല, ജന ഔഷധി എന്നാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ വാങ്ങിച്ചില്ല, അമ്മ ഇവിടെ ഇല്ല, നാട്ടിലില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. ജന ഔഷധിയിൽ ഇതിന് കൺസെഷൻ ഉണ്ട്. പിന്നെ എനിക്ക് കാർഡുള്ള ആളാണ്, അപ്പം എൻ്റെ ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിഡക്ഷൻ കിട്ടും. സോ ഓൾമോസ്റ്റ് നല്ല വില കുറവിൽ എനിക്ക് ഈ മെഡിസിൻ കിട്ടും. അപ്പോൾ എനിക്കിത് അമ്മയാണ് പറഞ്ഞു തന്നത്, ബിക്കോസ് അവരിവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ശരിക്കും അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് എനിക്ക് ഓൺ സൈഡ് പാരലൈസേഷൻ വന്ന സമയത്ത് 12 ലക്ഷം രൂപ എനിക്ക് ചിലവായിരുന്നു. ഞാനൊരു കണക്ക് പറയുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എബൌട്ട് 12 lakhs എനിക്ക് സ്പെൻഡായി. സ്പെൻഡെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അടുത്ത് കൊണ്ടുപോയി കാണിച്ചു, അവിടെ ഇവിടെ കുറേ അധികം ഹോസ്പിറ്റലിൽ അവർ സജസ്റ്റ് ചെയ്തു, ആയുർവേദം നോക്കി, അങ്ങനെയൊക്കെ കുറേ നോക്കി, ഒരു രക്ഷയില്ല. അവസാനം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ 6 അംഗ സംഘമുള്ള ഡോക്ടേഴ്സ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് ഫിസിയോതെറപ്പിയിൽ കൂടെ റിക്കവറി കിട്ടും, കാല് മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ ഒന്നും ചെയ്യാനല്ല, ഇത് ഫിസിയോതെറപ്പി മാത്രം ചെയ്താൽ മതി, മെൻ്റൽ സ്റ്റാറ്റസ് സ്റ്റഡിയാക്കി വെച്ചാൽ മതി, യു ഡു വാട്ട് എവർ യു ലൈക്ക്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിൻ്റെ സന്തോഷം എന്താണോ അത് ചെയ്യുക, നീ നിൻ്റെ സന്തോഷം മാത്രം നോക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് എനിക്ക് ചിലവായ തുക 3 രൂപയാണ്. അതിനകത്ത് ഫുൾ ടെസ്റ്റ് ഉണ്ടായിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എൻ്റെ ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ടായിരുന്നു, ചെസ്റ്റിൻ്റെ എക്സ്റേ ഒക്കെ ഫ്രീ ആയിരുന്നു, ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ ഓർത്തോണം, ഞാൻ 12 ലക്ഷം രൂപ ചിലവാക്കിയെടുത്ത് ഒരാളും ഇതിൻ്റെ സൊല്യൂഷൻ, ഇത് ഞാൻ റിക്കവർ ആകുമെന്ന് ആരും പറഞ്ഞില്ല. ട്രീറ്റ് ചെയ്യാം, ചിലപ്പോൾ എഴുന്നേറ്റിരിക്കും, ചിലപ്പോൾ വീൽ ചെയറിൽ നിന്ന് മാറാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഉണ്ടായില്ല. പിന്നെയാണ് ഷെഹനായിസിലേക്ക് ഞാൻ പോയത്. അതും എനിക്ക് ഈ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറുടെ സജഷനാണ്. ഷെഹനായിസ് ആർത്രൈറ്റീസിൻ്റെ മെയിൻ ഡോക്ടറാണ്. മേ ബി ഹീ ക്യാൻ സജസ്റ്റ് യു മോർ കംഫർട്ട്, സോ ഗോ വിത്ത് ഹിം. നിനക്ക് മെൻ്റലി കുറച്ചൊരു ഇതുണ്ടാവും. മെഡിസിൻസ് അദ്ദേഹം പറയണ കണക്ക് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവിടെ പോയത്. അപ്പോഴും ഞാൻ ഈ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഇതിലേക്ക് തന്നെയാണ്. എനിക്ക് ടോട്ടലി ഇപ്പോൾ ചിലവാകുന്നത് മെഡിസിന് 600 റുപ്പീസാണ് മന്ത്ലി. പിന്നെ ചെക്കപ്പ് 2 months once ആണ് ചെക്കപ്പിന് പോകുന്നത്. അപ്പോഴും ഒരു 2000 അത്രയൊക്കെയാണ് എനിക്ക് വരുന്നത്. അതും ഞാൻ ഗവൺമെൻറ്റിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ചെക്കപ്പ്, ഒരു ഇത് ആർത്രൈറ്റിസ് റേഷ്യോ നോക്കാൻ വേണ്ടി മാത്രം പോകും. അതിനകത്ത് പ്രഷറോ ഷുഗറോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കാര്യോട് പറയുന്നത്, അപ്പോൾ എനിക്കും ഇങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവർ കാണിച്ച ബില്ലിലുള്ള ആ വൈരുദ്ധ്യത എന്ന് പറയുന്നത്, ഇവർ പറയുന്ന കണക്ക് ഇവർക്ക് പൈസ ആകില്ല, ഫസ്റ്റ് തിങ്. 2, ഇവർ വാങ്ങിച്ചിരിക്കുന്ന ആ ഒരു മെഡിസിൻ, ആ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കത് റിക്കവറായിട്ട് കിട്ടും. ഇവർക്കതില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ബിക്കോസ് ഇവർ എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റും കറക്റ്റ് ചെയ്ത് വെക്കും, കാരണം സുധിയുടെ മറ്റത് കിട്ടണ്ടേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവർക്ക് ലീഗലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവർക്കതൊക്കെ കിട്ടുന്നുണ്ട്, ഇല്ല എന്നേ അവർ പറയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ വ്യക്തികൾ, എല്ലാ സെലിബ്രിറ്റികളെ ഇവർ വിളിച്ചതിൻ്റെ ഒരു റീസൺ, എല്ലാവരും വരുമ്പം എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുക. ആപ്പിളും മുന്തിരിയും ഓറഞ്ച് അല്ലല്ലേ പിള്ളേരാരും വന്ന് കൊടുക്കുന്നത്. എല്ലാവരും അവരവരുടെ ചാനലുകളിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ റവന്യൂ അങ്ങനെ തന്നെ ചവിട്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ടാൽ ഒരു 100 ഇത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 80% നമുക്ക് ഡോളറായിട്ട് വരും. ഒരു $80 കിട്ടും. 80:90 ഒക്കെ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഹൗ മച്ച് വി ആർ ഗെറ്റിംഗ് പെർ ഡേ കിട്ടുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ബിഗ് ബോസിലുള്ള മിക്കവാറും ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. മഞ്ജു പത്രോസ് കൊടുത്ത കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും കൊടുത്തു. സീമ നല്ലൊരു എമൗണ്ട് കൊടുത്തു, എല്ലാവരും പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹവ തീരത്തില്ല, ആക്രാന്തം തീരത്തില്ല. അവർ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, ഓപ്പറേഷനോട് കൂടി ഇത് തീർന്നു. അപ്പോൾ അതിന് മുമ്പ് കിട്ടാവുന്ന അത്രയും എമൗണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതിലാണ് പൊട്ടത്തി ഉള്ളത്. ഇത് അതോടെ തീരില്ല. അവർ മരണപ്പെട്ടു പോകാൻ ആഗ്രഹിക്കണമെന്ന് പറയുന്നത് അവരുടെ കൂടെ നിൽക്കുന്നവരാണ്. അതായത് ഇന്നലെ ഒരു ബിന്ദുവിൻ്റെ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? ബിന്ദുവിൻ്റെ വോയിസ് എന്തായിരുന്നു? ശാപം കൊടുക്കുന്നത് മാത്രമല്ലല്ലോ, അവരെന്താ പറഞ്ഞേ, മരിക്കുന്നവരുടെ ശാപം, അവർ മരിക്കാൻ പോവുകയാണ്, അത് അവരൊക്കെ കൺക്ലൂഡ് ചെയ്യണം. അങ്ങനെ മരണം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന അവരെ കൂടെ നിൽക്കുന്നവർക്കാണ്, നമ്മളാരുമല്ല. നമുക്കൊന്നും അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ഉമ്മയുടെ അനിയത്തി ആർത്രൈറ്റീസ് മൂലം മരിച്ചിട്ടുണ്ട്. അവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാർഡിയക് അറസ്റ്റ് ആവും അവർ. ആർത്രൈറ്റീസിൻ്റെ ഏറ്റവും വലിയൊരു മോശപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ കാർഡിയക് അറസ്റ്റാണ്. അത് വരും. അത് നമ്മൾ എത്ര സ്ട്രെങ്ത് ഉള്ളവരാണെങ്കിലും നമുക്ക് ഈ ഒരു സാധനം ഓവർകം ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഒന്നാമത് നമുക്ക് നല്ല രീതിയിലുള്ള BP ലോ ആയിരിക്കും.
BP ലോ ആണ് ഈ ആർത്രൈറ്റീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് കേട്ടോ. ഡിഫറൻസ് ഉണ്ട്. ചിലർക്ക് രക്തക്കൊതിപ്പാണ്, ഐ മീൻ BP ഹൈ ആണ്. അപ്പോൾ നല്ല സൂക്ഷിക്കുക, മെൻ്റൽ സ്റ്റാറ്റസ് നല്ല രീതിയിലാക്കുക, ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളോട് ചെയ്യേണ്ട ഒരു കാര്യം. ഈ എനിക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാനിപ്പോൾ നാളെ വാഹനം എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്നു, എൻ്റെ മിസ്റ്റേക്ക് ആവത്തില്ല. ഇവിടെ എപ്പോഴും ഹെവി ട്രക്കൊക്കെ പോകുന്ന ഒരു ഏരിയയാണ്. അവർക്കൊരു മിസ്റ്റേക്ക്, അവരുടെ ഒരു ബ്ലൈൻഡ് സെക്ഷനിലാണ് എൻ്റെ വണ്ടി വരുന്നത്. എൻ്റെ വണ്ടി കുഞ്ഞു വണ്ടിയിൽ കയറി ഇറങ്ങി അപ്പം തീർന്ന് പക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിപ്പിക്കാതിരിക്കുക. ഇപ്പം ഇവർ വിചാരിച്ചത് എന്താണെന്നറിയാമോ, ബിഷപ്പിനെ ഇറക്കി കുറച്ചുകൂടെ അവരെ ശത്രുക്കളെ ഒന്ന് അടക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ വലിയൊരു കയത്തിൻ്റെ നടുക്കാണുള്ളത്. അപ്പം നമ്മളുടെ കൂടെ, നമ്മളുടെ വള്ളത്തിൽ നമ്മുടെ ശത്രുക്കളും ഉണ്ട്. അപ്പം നമ്മൾ അവരെ തള്ളി താഴെ ഇടാന്ന് വെച്ചാൽ ആ കയത്തിലുള്ള വെള്ളത്തിന് ചെറിയ ഒരു മാർദ്ദവം കൂടും. അതിൻ്റെ ഇതിൽ നമ്മുടെ വഞ്ചി ആടാൻ സാധ്യതയുണ്ട്. ആ വീണവരുടെ കൂട്ടത്തിൽ നമ്മളും വീഴാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് നീന്താനോ നിലചവിട്ടാനോ അറിയാമെങ്കിൽ അവർ രക്ഷപ്പെടും, നമ്മൾ വെള്ളം കുടിച്ച് ചാവുകയും ചെയ്യും. കയത്തിലൊക്കെ വീണാനുള്ള പ്രശ്നം തോന്നുന്ന ചെളിയിൽ പൂന്ത് നിൽക്കും, നമ്മൾ നിലചവിട്ടാനും പറ്റാത്തൊരു സാഹചര്യം കയങ്ങൾക്കുണ്ട്. അതുപോലൊരു സാഹചര്യത്തിലാണ് രേഷ്മയുള്ളത്. ഇപ്പോൾ നിൻ്റെ ശത്രുവായ ഞാനോ അല്ലെങ്കിൽ നീ ശത്രുപക്ഷത്ത് വെച്ചിരിക്കുന്ന കിച്ചുവോ ഒക്കെ അടിച്ചൊതുക്കാൻ നീ നിൽക്കാതെ നീ ആദ്യം രക്ഷപ്പെടാൻ നോക്കും. ഈ വള്ളത്തിൽ ഞങ്ങളും ഉണ്ട്. കരയ്ക്കടുത്ത ശേഷം നീ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ തള്ളി താഴെയിടാൻ ആളെ കൂട്ടും. ഇപ്പം നടക്കൂല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം നിനക്കിപ്പം നിന്നെ ഓരോന്ന് പറയുമ്പം നിനക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നീ കുറേ വെറും വൃത്തികെട്ടതുങ്ങളെയാണ് നീ കൂട്ടുപിടിച്ചിരിക്കുന്നത്. നീ പറ, മാന്യമര്യാദയ്ക്ക് പറ. നീ ഈ വൃത്തികെട്ടവരെ കൊണ്ട് ആളുകളെയൊക്കെ പച്ച തെറി വിളിപ്പിക്കുമ്പം ആ പട്ടിത്തീട്ടത്തിനെ കൊണ്ട് എല്ലാ പെണ്ണുങ്ങളെയും തെറി വിളിപ്പിക്കുകയാണ്. നിനക്കെതിരെ സംസാരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളെയും വെറും വൃത്തികെട്ട രീതിയിൽ അവരുന്ന് തെറി വിളിക്കുകയാണ്. നിൻ്റെ വടയ്ക്ക് അത്ര ടേസ്റ്റാണ്. അത് സൂറത്ത് വടിയുടെയും നിൻ്റെ വടയുടെയൊക്കെ ടേസ്റ്റ് കൊണ്ടാണ് അവ ആ കുരപ്പ് കുരയ്ക്കുന്നത്. അതിൻ്റെ ആ ഒരു വൃത്തികേട് നീ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ വള്ളത്തിൽ ഓട്ടയായി, ആ ഓട്ടയിൽ ആരെങ്കിലും കൈ പിടിച്ചോ ചവിട്ടി പിടിച്ചോ അക്കരെ എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്ക്, അക്കരെ ചവിട്ടി കയറാൻ നോക്ക്. അല്ലാതെ നിലയില്ലാ കയത്തിൽ നിന്നുകൊണ്ട് റിവെഞ്ചിന് നിൽക്കാതെ. അത് നിനക്ക് ദോഷം ചെയ്യും. കാരണം കൂടെ ഉള്ളവരൊക്കെ നിൻ്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്നവർക്ക് നന്നായിട്ട് നീന്താൻ അറിയുന്നവരാ. സ്പെഷ്യലി എനിക്ക് നല്ല നീന്താൻ അറിയാം. ഞാൻ നീന്താൻ അറിഞ്ഞൂടില്ല, നടുക്കടലിലാണെങ്കിലും നില ചവിട്ടി നിൽക്കുന്ന സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് കോമ്പറ്റീഷന് വരാതിരിക്കാൻ. കിച്ചുവിനെ എടുത്തു, കിച്ചുവിനെ ഇൻസൾട്ട് ചെയ്യാൻ ഇട്ട് കൊടുത്തു. കിച്ചുവിനെ ഇതൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്തിരുന്നു, ചേച്ചി മോനുണ്ട് അക്കാര്യം പറയുന്നു. ഇന്നലെ നിങ്ങൾ ചെയ്ത വീഡിയോ തന്നെ നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ എന്താ പറയുന്നത്? ഡോക്ടർ പറഞ്ഞു പിന്നെ അനിയത്തി മൊബൈൽ യൂസ് ചെയ്യരുതെന്ന്. എന്നിട്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന്. എനിക്ക് അപ്പുറത്തൊന്നും മുറിയില്ലേടി, നീ അവിടെ ഇരുന്നേ ചെയ്യുവോളാം. ശരി ആയിക്കോട്ടെ, അത് ഓക്കെ. ഈ മെഡിസിൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇത്ര പ്രശ്നമുള്ള മെഡിസിനാണ് എന്ന് അവൾ കേൾക്കെ അവളോട് പറയുകയാണ്. അത് തന്നെ അവളുടെ മെൻ്റൽ സ്റ്റാറ്റസ് ഡൗൺ ആക്കും. നിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എങ്ങനെയില്ല അത് തട്ടിപ്പോണം. അവളും ഇൻഷുറൻസ് എടുത്ത് കാണും. സുധിയുടെ ഇൻഷുറൻസ് വരുമ്പം ഇവളുടെ ഇൻഷുറൻസും കൂടെ ഒന്നിച്ച് വരും. നിനക്ക് നിൻ്റെ ഭർത്താവിനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതല്ലേ ഉദ്ദേശം. ഞാൻ പറയുമ്പോൾ നിനക്ക് കുറച്ച് ഹേർട്ട്ഫുൾ ആയിരിക്കും, ബട്ട് സീരിയസ്ലി നിൻ്റെ ഉദ്ദേശം അതാണെന്നാണ് ഞങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തിരിച്ചു പറയും. പിന്നെ ഞങ്ങളിട്ട വോയിസ് ഫേക്കാണെന്ന് പറയുമ്പം തിരിച്ച് ഞാൻ മറുപടി തരും. 2 ദിവസത്തിനുള്ളിൽ നീ കാണിച്ചത് ഫേക്കാണെന്ന് ഞാൻ തെളിവ് കൊണ്ടുവയ്ക്കും. അപ്പം മോങ്ങരുത്. അതാണ് ഞാൻ പൊതുവിൽ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നവരടുത്തൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്നെ ആക്രമിക്കുക, ഞാൻ തിരിച്ചാക്രമിക്കും. അത് പ്രത്യാക്രമണമാണ്, അല്ലാണ്ട് ഞാൻ നിങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുന്നതല്ല. നിങ്ങൾ എന്നെ ആക്രമിക്കുമ്പോഴാണ് ഞാൻ തിരിച്ചു തരുന്നത്. ആ പ്രത്യാക്രമണം താങ്ങാൻ തയ്യാറുള്ളവർ മാത്രം എന്നെ ആക്രമിക്കുക, അല്ലാത്തവരും മിണ്ടാതിരിക്കുക, വെറുതെ എൻ്റെ തലയിൽ കയറാൻ വരാതിരിക്കുക. ഞാൻ അങ്ങോട്ട് പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് വളരെ വളരെ വൃത്തിയായ രീതിയിൽ മറുപടി പറയുക, അതൊക്കെ. പകരം നീ ഇന്നലെ ഇരുന്നുകൊണ്ട് പറയണത് നിൻ്റെയൊക്കെ വീട്ടിലുള്ളവർക്കും ഇത് വരട്ടെ എന്ന്. എടി, ലോകത്ത് ക്യാൻസർ പേഷ്യൻറ്റിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിൽ വരണ്ട, നമുക്ക് ഒരു ക്യാൻസർ പേഷ്യൻ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലോകത്താർക്കും ഈ അസുഖം വരാൻ നമ്മൾ പ്രാർത്ഥിക്കില്ല. ആരും പ്രാർത്ഥിക്കില്ല. അത്ര ഹൊറിബിളാണ്, ബുദ്ധിമുട്ടാണത്. എല്ലാ അസുഖങ്ങൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്യാൻസർ എന്ന് പറയുന്നൊരു ഡെവിൾ സാധനമാണ്. കാരണം നമ്മൾ വിചാരിക്കും ഈ ഓപ്പറേഷനോടെ അങ്ങ് തീർന്നു. ഇല്ല, ഈ പില്ല് നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ വീണ്ടും വരും. നമുക്ക് ഇന്നസെൻറ്റ് നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ടാണ്. ഇന്നസെൻറ്റിന് വന്നപ്പോൾ ഇന്നസെൻ്റെ വൈഫിനും വന്നു. ഓർത്ത് നോക്ക്,
എന്തായിരിക്കും ആ വീട്ടിലുണ്ടായിരുന്ന ഒരു ഫീലിംഗ്. വൈഫുണ്ടല്ലോ, അദ്ദേഹം മരണപ്പെട്ടു പോയി, പക്ഷെ അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, രണ്ടുപേർക്കൊന്നും ഒരേ അസുഖം. അതെന്തുകൊണ്ടാണ്? അത് വീണ്ടും വരും. പ്രശ്നം അത് നല്ല കെയർ എടുക്കുക, നല്ല മൈൻഡ് സെറ്റ് ഓക്കെ ആക്കുക എന്നുള്ളതാണ്. അതൊക്കെ ചെയ്ത് സ്വസ്ഥമായി ജീവിക്കുന്നതിന് പകരം നാട്ടുകാരെ തലയിൽ പാഞ്ഞു കയറാൻ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ കയ്യിൽ കുറച്ച് മീഡിയാസ് ഉണ്ട്, അവരെയൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങ് എല്ലാവരെയും അടക്കി ഭരിക്കാം, എല്ലാവരെയും ഒതുക്കാം എന്നൊരു സ്വപ്നം കാണുന്നുണ്ടല്ലോ, അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. ഈ ശത്രുക്കളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് പരാജയം വരും. അതൊരു യുദ്ധതന്ത്രമാണ്. നമ്മളൊരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന പൊട്ടനും മണ്ടനും മണഗുണാഞ്ചനാണെങ്കിലും അവൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പം പൊട്ടനും മണ്ടനും മണഗുണാഞ്ചനാണെങ്കിൽ പോലും അവർക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ടാണ് കിട്ടിയ എവിഡൻസും വെച്ച് ഞാൻ പൊത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് എവിഡൻസ് അല്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ല, മിണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഞാനിപ്പം ചില വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുക, ഭയപ്പെട്ട് മാറിയില്ല. കാദർ കരിപ്പൊടി അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. നിങ്ങൾ കണ്ടോ, ഈ ഒരൊറ്റ യൂട്യൂബേഴ്സ് കാദർ കരിപ്പൊടിക്ക് ഇത്രയും കേസ് വന്ന് ഒളിവിൽ നിൽക്കുന്നവനെ പറ്റി ഒരു വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഞാനിടും. അവൻ ടാർഗറ്റ് ചെയ്യുക നമ്മുടെ കുട്ടികളെ ആയിരിക്കും, തല്ലും മതി, കൊല്ലും, എനിക്കെന്ത് സംഭവിക്കാം, ഏത് രീതിയിലും എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അവൻ്റെ കയ്യിൽ നിന്ന്. പക്ഷെ ഞാൻ പറയുന്നില്ലേ, അതാണ് എൻ്റെ ഉത്തരവാദിത്തം. ദാറ്റ് ഈസ് കാൾഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആ പര്യാപ്തത എനിക്കുണ്ട്, ഞാനത് പറയും. അപ്പോൾ എൻ്റെ ഭാഗത്തത് നീ ഒരിക്കലും ഒരു സിമ്പതി സാധനം എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അസുഖം ആർക്കും വരാം. ആൻഡ് ഐ ആം ഓൾസോ എ പേഷ്യൻറ്റ്. അതാണ് ഞാൻ കുറച്ച് മുമ്പേ ഞാൻ വിവരിച്ചു തന്നത്. ഞാനും പേഷ്യൻ്റാണ്. പക്ഷേ ഞാൻ എൻ്റെ സോഴ്സ് കണ്ടെത്തി, ഹൗ ടു സോർട്ട് ഔട്ട് എന്നുള്ളത്. നിങ്ങൾക്ക് സോഴ്സ് ഉണ്ട്, നിങ്ങളത് ഒളിച്ചു വയ്ക്കുക. പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണ്. ആൻഡ് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടത് ഹെൽത്ത് മിനിസ്റ്ററാണ്. നിങ്ങൾ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്കിനെ വഴിതിരിച്ച് വിടുക മാത്രമല്ല, ഒത്തിരി പേരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് കണ്ടാൽ പലരും ജീവൻ അവസാനിപ്പിച്ചളയും. ഇത്രയും എക്സ്പെൻസ് ഉള്ളൊരു അസുഖം വന്നാൽ ജീവൻ അവസാനിപ്പിച്ചളയും. എനിക്ക് 2 പേരെ അറിയാം, അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. വീട് മുഴുക്ക വിറ്റ് അത് ചെയ്യേണ്ടി വരുമെന്നുള്ള ഭയത്തിൽ ജീവൻ അവസാനിപ്പിച്ചവരുണ്ട്. അപ്പോൾ അവർ ചെയ്ത് കളയും. കാരണം നമ്മളെ കുറച്ച് ഏജ്ഡ് ആയവരായിരിക്കും മെയിനായിട്ട് ഇത് ചെയ്യുക. കാരണം ലൈഫ് തീർന്നു, നമ്മളിനി വെറുതെ കുറേ എടുത്ത് ചിലവാക്കിച്ച് മക്കൾക്ക് സ്വസ്ഥത കൊടുക്കാതിരിക്കുന്നതിലും നല്ലത് ചത്തുകളയണമെന്ന് വിചാരിച്ച് കളയും. അപ്പോൾ അതൊരു റോങ് ഇതാണ്. മാത്രമല്ല, നീ അനിയത്തിയും ചേട്ടത്തിയും കാണിക്കുന്ന പേക്കൂത്തുണ്ടല്ലോ, ലോകത്തൊരാളും ചെയ്യത്തില്ല. പിന്നെ കാൻസർ വന്നതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണോ വിഷമിച്ചിരിക്കണോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഒരു ഉത്തരം, തീർച്ചയായിട്ടും വിഷമിക്കുകയും കരയാനോ പാടില്ല. കരയരുത്, സങ്കടപ്പെടരുത്, ഇതും കടന്നു പോകും. നിങ്ങൾ റിക്കവർ ചെയ്യും, അതിനകത്തൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ആ അങ്ങനെ ആയിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആ ഒരു സാധനത്തിനായിട്ടിട്ട് ടുട്ടുട്ടുട്ട എന്നുള്ള കൊഞ്ചലൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അതിനൊന്നും കൊഞ്ചലായിട്ട് ആരും അംഗീകരിക്കത്തില്ല. നീ തമാശിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടെ ഒരു സിമ്പതി ആയിരിക്കും നീ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നത്തിങ് വിൽ ഹാപ്പൻ. പകരം ആളുകളുടെ ഹേറ്റ്സ് ആയിരിക്കും കൂടുതൽ വരിക. സോ തിങ്ക് ട്വൈസ് ബിഫോർ ഡൂയിങ് എനിത്തിങ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എൻ്റെ നേരെ നിൻ്റെ ഗുണ്ടകളെ ഇറക്കിയിട്ടുള്ള നിൻ്റെ യുദ്ധം നിനക്ക് ദോഷമേ ചെയ്യുള്ളൂ. പലരും ചോദിക്കുന്നത് എന്താണ് ഇവരുടെ ബിഹൈൻഡ് പോണെന്ന്. ഞാൻ ഇവരുടെ ബിഹൈൻഡ് അല്ല, ദേ ആർ ബിഹൈൻഡ് മീ. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മതി. സ്റ്റാറ്റസിൽ പലയിടങ്ങളിൽ പല സോഴ്സുകളിൽ നിന്ന് അവരെന്നെ കുത്താറുണ്ട്. എനിക്ക് ശത്രുക്കൾ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കുണ്ടു ജാസി എൻ്റെ ശത്രു എങ്ങനെയായി? ഈ മണി അടിച്ചുകൊണ്ട് കിടക്കുന്ന നയൻതാര അതെങ്ങനെ എനിക്ക് ശത്രുവായി? എനിക്ക് അവരുമായിട്ട് പേഴ്സണൽ പ്രോബ്ലം ഒന്നുമില്ല. വോയ് ദേ ആർ ബിഹൈൻഡ് മീ? അതെന്താ നിങ്ങളാരും ചിന്തിക്കാത്ത? അപ്പോൾ എൻ്റെ പുറകെ നടക്കുന്നു, ഞാൻ തിരിച്ചു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ പന്നിക്കൂട്ടങ്ങളാണ്. ചെളി പറ്റുന്നുണ്ട്, എൻ്റെ ദേഹത്തും ചെളി പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാവുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഞാനങ്ങ് ഹൈഡാവുന്നത്, നിർത്തി വയ്ക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഡു വാച്ച് മൈ ചാനൽ. വേറെ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ബിഗ് ബോസ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലം തൊടാനുള്ള സമയം ഉണ്ടാകത്തില്ല. സോ ഒബ്വിയസ്ലി നമ്മൾ ആ വിഷയങ്ങളുമായിട്ട് പോകുന്നു. എനിക്ക് ഇപ്പം തന്നെ ആരിഫ് ഹുസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല, പൊളിറ്റിക്സ് എടുക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ ഒരു വിഷയം കൊണ്ടാണ്. എൻ്റെ കൺസേൺ എൻ്റെ ഓൾറെഡി ഡിഫറൻ്റ് ആണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ അധികം പേര് എൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതിനിടയ്ക്ക് നുണയും കള്ളപ്രചരണവും കൊണ്ടുവന്നാൽ വിട്ടൂല. പബ്ലിക് എന്ത് പറയും, മറ്റവരെന്ത് അങ്ങനെയൊന്നും ചിന്തിക്കുന്ന വ്യക്തിയല്ല.
ക്യാൻസർ ഉണ്ട് എന്ന് ആദ്യം ഇൻഫർമേഷൻ കൊടുത്തത് ഞാനല്ലേ. അന്ന് ഇവളെന്തായിരുന്നു തുള്ളക്കം, ചാട്ടം. അവൾക്ക് അങ്ങനെ ഒരു അസുഖമേ ഇല്ല, അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ അസുഖത്തിനെ കുറിച്ച് പറയണേന്ന് പറയണത്. ഇങ്ങനെയൊക്കെയല്ലേ അവൾ പറഞ്ഞത്. ഞാൻ പറയാൻ പാടില്ലെന്ന്. അതെന്താടി നീ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കയറി വിലക്കായി? നീ ആര്? എൻ്റെ കുടുംബത്തിനെ പറ്റിയും എന്നെ പറ്റിയും പറഞ്ഞ വൃത്തികേടുകൾക്ക് നീ മാപ്പ് പറയാത്തിടത്തോളം നിന്നെ ഞാൻ എടുത്ത് കൊടുത്തോണ്ടിരിക്കും. ഒരു തർക്കമെന്ന് വിചാരിക്കണം, നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ നിൻ്റെ ബിഹേവിയർ തന്നെയാണ്. അതിൽ വരുന്ന കുന്തം ഞാൻ അങ്ങ് വെച്ച്, അത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഏറ്റവും സെൻസിറ്റീവായ പാട്ടുകളിൽ നീ കയറി പിടിച്ചു. ഏറ്റവും സെൻസിറ്റീവായത്. അപ്പോൾ ഞാൻ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി തരും. അതിൽ നീ ഒരു തരിമ്പ് പോലും എൻ്റെ നിന്ന് ദയ പ്രതീക്ഷിക്കരുത്. യു ആർ എ ബിഗ് ലയർ. നിൻ്റെ കള്ളത്തരങ്ങൾ എല്ലാം അറിഞ്ഞിട്ടും ഞാൻ മൗനമായിട്ടിരുന്നിട്ടേ ഉള്ളൂ. എൻ്റെ അടുത്ത് വീണ ആദ്യം കൊണ്ടുവന്ന് വിഷയം പറഞ്ഞപ്പോൾ പബ്ലിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞ് 1 വർഷം വരെ ആ വിഷയം തള്ളി വെച്ചോളാണ് ഞാൻ മിണ്ടാൻ പോയില്ല, താല്പര്യമില്ല എന്ന് വെച്ചുകൊണ്ടിരുന്നു. ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിന്നെ. ഒരു പക്ഷേ വിധവയാണ് എന്നുള്ളൊരു സെയിം ലെവലായിരുന്നു. ട്രസ്റ്റ് ചെയ്തിരുന്നു. നീ എൻ്റെ ശത്രുവാകാനുള്ള ഏറ്റവും വലിയ കാരണം ചിന്നക്കട വെടിയാണ്. ചിന്നക്കട വെടിയുടെ അടുത്ത് ഞാൻ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിന്നക്കട വെടി നിന്നോട് വന്ന് പറഞ്ഞു തന്നത് മുഴുക്ക റിവേഴ്സ് എഫക്റ്റിലാണ്. കാരണം അവൾക്കിതിങ്ങനെ കത്തിച്ച് നിൽക്കണം. അവൾ വിചാരിച്ച് നാവായിക്കുള്ള മറ്റതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടിരുന്ന് അങ്ങ് അലച്ചു കഴിഞ്ഞാൽ ഇപ്പം അങ്ങ് ഷെഫീന മൂലം അങ്ങ് കയറി മേളി പോവാമെന്ന് വിചാരിച്ച്. ചിന്നക്കട വെടിയാണ് നിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് നീ മനസ്സിലാക്കിയ ഒരു ദിവസം നിനക്കത് മനസ്സിലാകും. ചിന്നക്കട വെടിയുടെ കൂട്ടിരിപ്പുകാരനാണ് ദോലവൻ പട്ടിത്തീട്ടൻ രായൻ. അവൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് പോയി വട കൊടുക്കും. വട അങ്ങോട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തരാണ് എന്താ കരിങ്കാലി ഒന്നും പറയാനില്ല. അപ്പോൾ ശരി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വൾഗാരിറ്റി പറയേണ്ടി വരും. ഞാനതൊന്നും പറയുന്നില്ല. ഷെഫീന ബീവി പറയുന്നതിനകത്ത് നല്ല പെയിൻ അവർക്ക് ഉണ്ടാകുന്നത് കാരണം ഷെഫീന ബീവി കൃത്യമായി തെളിവ് വെച്ച് പറയുന്നത് കൊണ്ടാണ്. ഇത് കാണുന്ന ഒത്തിരി പേർക്ക് നമ്മളിങ്ങനെ പറയുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. കടത്തി പറയേണ്ട കേസ് കെട്ടുകളാണ്. പിന്നെ മൗനമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇതിനെപ്പറ്റി പറയത്തില്ല. അപ്പം എനിക്ക് ഗിവ് മീ 2 days, ബിക്കോസ് ഇന്ന് സൺഡേ ആണ്. നാളെ മൺഡേ ആകുമ്പോഴേക്കും ഏകദേശം ഹെൽത്ത് മിനിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാകും. എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട്, ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചാൽ മതി, സ്ഥിരമായിട്ട് ഇങ്ങനെ പേപ്പേഴ്സ് വരും. ഞാൻ കൊടുക്കുന്ന പരാതികൾക്ക് എന്ത് ആക്ഷൻ എടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് അവരെനിക്ക് വിവരണം എഴുതി അറിയിക്കാറുണ്ട്. പിന്നെ ഈ ബാക്കി പറയുന്ന നുണപ്രചരണങ്ങൾക്കൊന്നും ഞാൻ ഒന്നും ഐ എം ടയേർഡ് ഓഫ് ആൻസറിങ് ദം. സീരിയസ്ലി എന്ത് അളവിനാണ് ഇവറ്റകൾക്കൊക്കെ മറുപടി കൊടുക്കുന്നത്? ഇവളൊക്കെ പറയുന്നിടത്താണ്. ആർക്കെങ്കിലും ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ആസ്ക് മൈ പീപ്പിൾ. അത്രയേ ഉള്ളൂ. എൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എവറിത്തിങ്. ഞാൻ അവിടെ എങ്ങും അങ്ങനെ ഒരു ഇതിനോ ഞാൻ പഠിച്ചെടുത്തോ എവിടെയും ഞാൻ അങ്ങനെ ഒരു പിഴ ഉണ്ടാക്കാൻ പോയിട്ടില്ല. എനിക്ക് ഇഷ്ടമില്ല, അത്രയേ ഉള്ളൂ. എന്നെ ആരെങ്കിലും വന്ന് അങ്ങനെ ചെയ്തു എങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ കംപ്ലൈനർ അല്ല, ഞാൻ കൊടുത്ത് വിടും ഞാൻ അങ്ങ്, അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒത്തിരി പേര് എക്സ്പെക്റ്റ് ചെയ്ത വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് അത്രയും മെസ്സേജുകൾ വന്നിട്ടുണ്ടാണ്. ആൻഡ് ഒരുപാട് പേര് വറീഡാണ്. എന്താണ് ഇത്തായെ മാത്രം ടാർഗറ്റ് ചെയ്തവരിങ്ങനെ പറയണത് എന്നുള്ളത് ഒരുപാട് പേര് വറീഡ് ആവുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ബാക്കിയുള്ളവരൊക്കെ വീഡിയോ അല്ലേ ചെയ്തുള്ളൂ. ഞാൻ ആക്ഷൻ എടുത്തു. ഞാൻ മിനിസ്റ്റർക്ക് പരാതി കൊടുക്കാനായിട്ടുള്ള ആഹ്വാനം കൊടുത്തു. മിനിസ്റ്ററുടെ നമ്പർ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തു കൊടുത്തു. ആൻഡ് അത് അവർക്ക് ബാധിക്കും. കാരണം അവരുടെ കള്ളത്തരം മിനിസ്റ്റർ സെക്ടറിൽ നിന്ന് കിട്ടും, അണ്ണാക്കി കിട്ടും എന്നവർക്കറിയാം. അപ്പം ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ആക്ഷൻ എടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അവർക്ക് എന്നോട് ഈ റിയാക്ഷൻ. അത് മനസ്സിലാക്കുക, നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക, ഇഗ്നോർ ഇറ്റ്. നമ്മൾ എവിടെ എന്ത് ചെയ്യണമോ അത് ചെയ്യും. ഇപ്പോൾ തോന്നിവാസവും തണ്ടിത്തരവും ഫേക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്നവരാണെങ്കിൽ അവരുടെ ചാനൽ എടുത്ത് കളയാനുള്ള വകുപ്പ് എൻ്റെ കയ്യിലുണ്ട്. കാരണം ബിക്കോസ് ഐ ഡു ഹാവ് എ ടെക്നീഷ്യൻ ഇൻ മൈ ഹോം, ഹീ വിൽ ഡു ഇറ്റ്. തിരിച്ചു തന്നാൽ ഞാൻ അത് തട്ടിക്കളയും. അവിടെ എല്ലാവരും കളയാൻ പറ്റാത്ത സാധനം ഇവരെല്ലാവരുടെ കൂട്ടത്തോടെ നിന്നിട്ട് നമ്മുടെ ചാനലിന് വരുന്നത് സ്ട്രൈക്കുകളൊക്കെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചെടുത്തു. അത്രയേ ഉള്ളൂ. സോ ഐ നോ ഹൗ ടു ഡീൽ ഇറ്റ്. എൻ്റെ ഫോട്ടോ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നതും എന്നെ മോശപ്പെട്ട രീതിയിൽ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും. കംപ്ലയിൻറ്റ് കൊടുക്കുക മാത്രമല്ല സ്ട്രൈക്കും കൊടുക്കും. അപ്പോൾ ഞാനത് ആ രീതിയിലേക്കാണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബൈ ദ വേ, കാണാൻ മറ്റൊരു വീഡിയോയുമായിട്ട്. താങ്ക് യു. ഒത്തിരി സമയം എടുത്തു എന്ന് തോന്നുന്നു. എന്തൊക്കെയോ പറഞ്ഞു, എല്ലാം പറഞ്ഞെത്തിയോന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഗിവ് മീ 1 more day. ഐ വിൽ എക്സ്പ്ലെയിൻ. ഇതിന് വെരി ക്ലിയർ വേയിൽ ഞാൻ നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അവൾ നമ്മളെ ചുരണ്ടുകയാണ്. നമ്മളപ്പോൾ മാന്തുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ഇതിൻ്റെ സത്യം നിജസ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് ഞാൻ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാം. ചുമ്മാ ഒന്നും പറയത്തില്ല എന്നുള്ളത് വിശ്വസിക്കുക. അപ്പോൾ ശരി, വീഡിയോ ഷെയർ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, താങ്ക് യു.